അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. നോർമലി എല്ലാ ദിവസവും ഇങ്ങനെയൊന്നല്ല ഉണ്ടാവുക. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചൊരു വ്ളോഗാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് നമ്മൾ വീണ്ടും കിടക്കും. പിന്നെ എഴുന്നേറ്റിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കുറച്ച് തിരക്കിലായിപ്പോയി, അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഒരു 7-8 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. കുറേ നാളായി നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട്. അവിടെ ഉമ്മാക്കും രണ്ടാമത്തെ സിസ്റ്ററിനും കൊറോണ പോസിറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് ആയതിൻ്റെ പിറ്റേന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഹസ്ബൻഡിന് ഉമ്മാവും 2 സിസ്റ്റേഴ്സാണുള്ളത്. അതിൽ മൂത്ത സിസ്റ്റർ വേറെ വീടെടുത്ത് പോയി. പോകുന്ന വഴിക്ക് നമ്മൾ സിസ്റ്ററിനെയും കൂടി പിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിസ്റ്ററിനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. അൽഹംദുലില്ലാഹ് ശരിക്കും നല്ല രസമുണ്ടായിനി. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഉമ്മ അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. പിന്നെ മൂത്ത സിസ്റ്ററിൻ്റെ സ്പെഷ്യൽ പെരി പെരി ചിക്കൻ അൽഫാമും കൂടിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയാവാറായിനി. അതുകൊണ്ട് വേഗം തന്നെ അൽഫാമിൻ്റെ പണികളൊക്കെ തീർത്ത്. ഇതിൻ്റെ മസാലയൊക്കെ സിസ്റ്ററിൻ്റെ തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ചുട്ടെടുക്കേണ്ട ഒരു പണിയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കിഡ്സൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് എല്ലാവരും ഒന്നിച്ച്. പിന്നെ ഈ ഒരു റെസിപ്പി ഫദ്വാസ് കിച്ചൻ്റെതാണ്. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. കുറച്ചുകൂടി സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിഡ്സൊക്കെ കളിയിലായി ആ സമയം. പിന്നെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഈവനിങ് ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്ന്. നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. ആ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് പറഞ്ഞത് എൻ്റെ സിസ്റ്റർ പ്രസവിച്ചിട്ടുണ്ട്. ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോള് ബേബി ഗേളാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലായിരിക്കും അലൗഡ് ഇല്ല. പിന്നെ സേഫും വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മളൊരു ബേബി ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. ബേബിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങിയിട്ട് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ വീട്ടിലേക്ക് എത്തി. പിന്നെ ബ്രദർ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യലുണ്ട്. ഇങ്ങനെ ഓടൽ മാത്രമാണ്. അപ്പോൾ മോനും അതിൻ്റെ കൂടെ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ മോനെ ആവേശമാക്കാൻ വേണ്ടി ഉപ്പുപ്പാവും കൂടി. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. ഈവനിങ് പോകാണ്ടിരുന്നത് ന്യൂ ബോൺ ബേബി ആകുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പോയത്. അങ്ങനെ അവരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ സിസ്റ്റർ. അവിടുന്ന് ബേബിനൊക്കെ കണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന്. പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഉപ്പാൻ്റെ ബ്രദറും ഹസ്ബൻഡും ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെ കുറച്ച് കളിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയായി. ബേബിക്ക് പേരൊക്കെ ഇട്ടു. സിർവ ജമീൽ എന്നാണ് പേര്. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫോ ഒന്നുമല്ല. പിന്നെ ഒരു ദിവസം തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ആപ്പാൻ്റെ വീട്ടിലൊക്കെ പോയതുകൊണ്ട് അങ്ങനെ ഒരു വ്ളോഗാക്കിയേ ഉള്ളൂ. അപ്പോൾ
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.